പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കപ്പ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നിങ്ങളൊക്കെ എല്ലാവരും ഇതുപോലെ കപ്പക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ടോ? കപ്പക്കറി അല്ലെങ്കിൽ കപ്പ എരിശ്ശേരി എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഒരു ചെറിയ കപ്പ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും വലുത് ആയതുകൊണ്ട് ഞാൻ മൊത്തം എടുക്കുന്നില്ലേ, കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കപ്പയുടെ പകുതിയൊക്കെ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി കപ്പയൊക്കെ കുത്തി അരിഞ്ഞ് അടുപ്പിൽ വേവിക്കാൻ വെക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ കപ്പ എരിശ്ശേരി കറിയൊക്കെ കൂട്ടാത്ത കൂട്ടുകാരൊക്കെ കുറവായിരിക്കും അല്ലേ? മിക്കവരും തന്നെ വീടുകളിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കപ്പ എരിശ്ശേരി, ചക്ക എരിശ്ശേരിയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഞാൻ വലിയൊരു കപ്പ ആയതുകൊണ്ട് അതിൻ്റെ മുഴുവനും എടുക്കാതെ പകുതിയാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഇതുപോലെ കപ്പ എരിശ്ശേരിയൊക്കെ വെക്കുന്നത്? കപ്പ കറിയെന്ന് വേണമെങ്കിൽ പറയാം, കപ്പ എരിശ്ശേരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റ് അല്ലേ നമ്മൾ കപ്പയൊക്കെ ഇങ്ങനെ ഇതുപോലെ കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കിന്. അപ്പം ഞാൻ കപ്പയൊക്കെ കഴുകി കുത്തി എടുത്ത് ഞങ്ങൾ കപ്പയ്ക്ക് കൊത്തി ഞുറുക്കുന്നു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ കപ്പയൊക്കെ കുത്തി ഞുറുക്കി ആവശ്യത്തിന് വേകാനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിലൊന്നും അല്ല കേട്ടോ വേവിക്കുന്നത്, അടുപ്പിൽ തന്നെയാണ് കേട്ടോ വേവിക്കുന്നത്. ചട്ടിക്കകത്താണ് വേവിക്കുന്നത്. കുക്കറിൽ വേവിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞു പോകും. കപ്പ അധികം വേവില്ലാത്തതായതുകൊണ്ട് പെട്ടെന്ന് വേകും കേട്ടോ. അപ്പോൾ ഞാൻ കപ്പയൊക്കെ അടുപ്പിൽ വെച്ച് അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കിന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലർ ഇങ്ങനെ കപ്പ വേവിക്കുമ്പോഴത്തേക്കിന് ആ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേറെ വെള്ളം ഒന്നും കൂടെ ഒഴിച്ച് വേവിക്കുവേ. അപ്പോൾ ഞാനിപ്പം അങ്ങനെ ചെയ്തിട്ടില്ല, കാരണം വലിയ കയ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കപ്പ ആയതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ കേട്ടോ ഞാൻ വേവിച്ചെടുത്തത്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ അതൊന്ന് അടച്ച് വെക്കുവാണേ. അതിനുശേഷം അതിന് നമുക്ക് നമ്മുടെ എരിശ്ശേരിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെ തയ്യാറാക്കാൻ പോവുകയാണ്. കുറച്ച് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും ഉള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുക്കുമ്പം നല്ല പേസ്റ്റ് പോലെ അല്ല കേട്ടോ അരയ്ക്കുന്നത്, ഒരു ചെറിയ ഒരു തരിതരിപ്പോട് കൂടി ഒതുക്കിയെടുക്കുക അല്ല, പക്ഷെ എന്നാലും ഒതുക്കിയെടുക്കുന്ന ആ ഒരു പാകത്തിന് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ കപ്പയൊക്കെ ഒന്ന് വെന്തോന്നൊക്കെ നോക്കിയപ്പോൾ കുറച്ചും കൂടെ വേവാനുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിന് അടച്ചു വെച്ച് പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി നമ്മുടെ കപ്പയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പിൻ്റെ പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കി ഉപ്പെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അധികം നന്നായിട്ട് തിളപ്പിക്കുകയല്ല, ഒരു തിള വരുമ്പോഴത്തേക്കിന് നമ്മളതങ്ങ് ഓഫ് ചെയ്യും കേട്ടോ. ഒത്തിരി തിളപ്പിച്ചാൽ നമ്മുടെ തേങ്ങയൊക്കെ അങ്ങ് പിരിഞ്ഞു പോവേ. അപ്പം ഞാൻ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പിട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം അധികമായാലും കുഴപ്പമൊന്നുമില്ല, കപ്പയൊക്കെ ഇരുന്ന് വേഗം കുറുകിക്കോളും. നമ്മൾ അധികം വെള്ളം ഒഴിച്ചാലും പേടിക്കേണ്ട കാര്യമില്ല, കപ്പയൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുറുകിപ്പോക്കോളും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ആവശ്യത്തിന് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ കപ്പ കറി തിളച്ച് വന്നപ്പോഴത്തേക്കിന് ഞാനത് ഓഫ് ചെയ്തിട്ട് പിന്നെ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. എരിശ്ശേരിക്കൊക്കെ വെക്കുമ്പോഴത്തേക്കിന് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ കടുക് താളിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കടുക് താളിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പം ചെറിയ വെളുത്തുള്ളി ഒരു ചെറിയ അല്ലി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കറിവേപ്പിലയും 2-3 വറ്റൽ മുളകും പിന്നെ കുറച്ച് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയില്ലേ, ചോറ് വയ്ക്കുന്ന അരി കണ്ടില്ലേ, അപ്പോൾ ചോറ് വെക്കുന്ന അരിയും ഇത്രയും സാധനങ്ങളും കൂടെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കടുക് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത്രയും സാധനമൊക്കെ ഇട്ട് കടുക് താളിക്കുമ്പോൾ നമ്മുടെ കറിക്ക് എരിശ്ശേരിക്കൊക്കെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഈ രീതിയിൽ ആണ് വെക്കുന്നത്? ഈ രീതിയിലാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ രീതിയിലല്ല വെക്കുന്നെങ്കിൽ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അരിയാണ് ഇട്ട് കൊടുത്തത്. അരിയൊക്കെ ഇട്ട് നന്നായിട്ട് അരിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ തേങ്ങയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറക്കണം കേട്ടോ. അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കിന് പിന്നെ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നതോടെ വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ലേശം മുളക് പൊടിയും കൂടെ ലാസ്റ്റ് ഇടും കേട്ടോ. അപ്പോൾ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി വേറൊരു ലെവലായി കിട്ടും കേട്ടോ. അപ്പം ഇതെന്നിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പ എരിശ്ശേരി എന്ന് പറയുന്നത്. സിമ്പിളല്ലേ കപ്പ എരിശ്ശേരി ഉണ്ടാക്കാൻ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പം
ഇതുവരെ സപ്പോർട്ട് ചെയ്ത കൂട്ടുകാരെ തിരിച്ച് നമ്മളെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.